LP UP ഇൻ്റർവ്യൂവിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ കൂട്ടുകാർക്ക് ഏറെ പ്രയോജനകരമായി ആയി എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതിയാണ് എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റ് സെക്ഷനിൽ ഒത്തിരി ചോദ്യങ്ങളിലേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. ഫെബ്രുവരി 14-ാം തീയതിയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂ രാവിലെ 8 മണിക്ക് എനിക്കവിടെ ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ എനിക്കവിടെ എത്താൻ സാധിച്ചു. 9:30-ക്കാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ തന്നെ വെരിഫിക്കേഷനും ഉണ്ടായിരുന്നു. വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് ആദ്യം അറിയാം, ഇൻ്റർവ്യൂവിന് മുന്നേ ആയിട്ട് തന്നെ വെരിഫിക്കേഷൻ ഒരു ഡേറ്റ് ഇട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. എങ്കിൽ പോലും ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു വെരിഫിക്കേഷൻ കൂടെ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ വെരിഫൈ ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആധാർ, നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതെല്ലാം തന്നെ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ OBC കാറ്റഗറിയിലൊക്കെ വരുന്നവർക്കുള്ള നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചിലർക്കുണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അത്തരം റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ സർട്ടിഫിക്കറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. ആദ്യത്തെ വെരിഫിക്കേഷന് പോകുമ്പോൾ ചിലർക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ പിഴവ് സംഭവിക്കുകയാണെങ്കിൽ അവർ നമുക്കൊരു ഡേറ്റ് ഇട്ട് തരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് നമ്മളവിടെ കാണിക്കണം അല്ലേ. അപ്പം അതെല്ലാം തന്നെ ഇപ്പം നമ്മുടെ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ രേഖകളും നമ്മുടെ കയ്യിൽ അപ്പോൾ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവർ വെരിഫിക്കേഷൻ ടൈമിൽ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ സൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. എനിക്കും അവിടെ ഒരു ഒരു വെരിഫിക്കേഷൻ ടൈമിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സൈൻ ഇടിയിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ PSCയുടെ പ്രൊഫൈലിനകത്ത് നമ്മളൊരു സൈൻ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ PSC ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങൾക്കും ആ സൈൻ തന്നെ ഇടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് പറയുന്ന കാരണം എന്ന് വെച്ചാൽ, എന്നോടും പോയ സമയത്ത് വെരിഫിക്കേഷൻ ടൈമിൽ ആദ്യം ആധാറും സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കിയ ശേഷം സൈൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സൈൻ ചെയ്ത സമയത്ത് പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ നമ്മൾ സാധാരണ പ്രൊഫൈലിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പോൾ എൻ്റെ പേര് അതുല്യ എന്നാണ്, അപ്പോൾ അതുല്യ എന്നുള്ളതിൻ്റെ ആ പേര് സഹിതം ഞാൻ ആ പ്രൊഫൈലിട്ടിരിക്കുന്നതാണ് എൻ്റെ സൈൻ, ഒറിജിനൽ സൈൻ. പക്ഷേ ഞാൻ സൈൻ ചെയ്യാൻ പറയുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ കാരണം എന്ത് ചെയ്തു, പെട്ടെന്ന്, ഇപ്പോൾ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ഒത്തിരി ടൈം നമുക്ക് സൈൻ ഇടേണ്ടതായിട്ട് വരും അല്ലേ, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈനിൻ്റെ ഒരു ഷോർട്ടാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ. ആ ഒരു ഷോർട്ട് രീതിയിലുള്ള ഒരു സൈനായിരുന്നു ഞാൻ പെട്ടെന്ന് ഇട്ടത്. അപ്പോൾ അവർ വെരിഫിക്കേഷൻ്റെ അവിടെ ഇരുന്ന സാർ പെട്ടെന്ന് ചോദിച്ചു, ഈ സൈൻ എന്താണ്, ഇതിങ്ങനെ പ്രൊഫൈലുള്ള സൈനും ഇതുമായിട്ട് ഒത്തിരി ഡിഫറൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊഫൈൽ വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ അത് പിന്നെ പെട്ടെന്ന് ഇട്ട ഒരു ടെൻഷനിൽ പറ്റിയതാണ്, സൈൻ വേറെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സൈൻ ഇട്ടു. അപ്പോൾ ഇട്ടപ്പോഴത്തേക്കും അവർക്കത് വ്യക്തമായി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ചിലർ അതുപോലെ തന്നെ പ്രൊഫൈലിലിടുന്ന സൈനൊക്കെ നമ്മുടെ ഒറിജിനൽ സൈനുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു ബന്ധവും കാണില്ല. അപ്പോൾ പ്രൊഫൈലിൽ അത്തരത്തിലുള്ള സൈനുള്ളവർ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ദിവസമുള്ള വെരിഫിക്കേഷന് ആ സൈനിൻ്റെ കാര്യം കൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് കേട്ടോ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ എൻ്റെ ഇൻ്റർവ്യൂ ദിവസം തന്നെ ഞാനൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ബയോഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ TTC കഴിഞ്ഞ് +2 TTC കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി, B.Ed
ഒപ്പം തന്നെ PGയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, അൺഎയ്ഡഡ് സ്കൂളിൽ ഇപ്പോൾ ഡെയിലി വേജസ് ആയിട്ട് ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ ബയോഡേറ്റയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അന്നേരം ആ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ബോർഡിലിരുന്ന സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലേതാണ് കുട്ടികൾക്ക് അൺഎയ്ഡഡ് സ്കൂളിലുള്ള വിദ്യാഭ്യാസമാണോ അതോ പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണോ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത്, നമ്മുടെ അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അന്നേരം എനിക്ക് തോന്നിയ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ അത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ മലയാളം ലിറ്ററേച്ചറാണ്, അപ്പോൾ ഡിഗ്രിയും PGയും അത് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാഹിത്യ മേഖലയിൽ നിന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ മാത്സൊക്കെ മെയിനായിട്ടുള്ള അധ്യാപകരോട് ഇപ്പോൾ ക്ലാസ് റൂമിനകത്ത് മാത്സ് ഇത്തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടി എന്ത് ചെയ്യാം, മാത്സ് പഠനം ഗണിത പഠനം എങ്ങനെ സുഗമമാക്കാം, ക്ലാസ് റൂം തന്നെ നമുക്ക് ഒരു പഠന പ്രവർത്തന മേഖലയായിട്ട് എങ്ങനെ ചൂസ് ചെയ്യാം എന്ന് ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപികയോട് അല്ലെങ്കിൽ ഗണിതം മെയിനായിട്ടെടുത്ത ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിസര പഠന ശാസ്ത്രവും അല്ലേ, അതായത് എന്താണ്, സാമൂഹ്യ ശാസ്ത്രവുമുണ്ട് സാമൂഹ്യ പഠനവുമുണ്ട് അല്ലേ, അത് തമ്മിലുള്ള ഡിഫറൻസ് അതെന്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സയൻസ് മെയിൻ എടുത്ത ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ സയൻസ് മെയിൻ എടുത്ത പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരോട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ അല്ലെ, ഫീൽഡ് ട്രിപ്പുകളെക്കുറിച്ചും പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലേ, ശാസ്ത്ര പഠനത്തിന് കുട്ടിയെ ഇൻട്രസ്റ്റ് ആക്കി മാറ്റുന്നതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും സയൻസ് സബ്ജക്റ്റുകൾ ഐച്ഛികമായിട്ടെടുത്ത അധ്യാപകരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആനുകാലികമായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെ, ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്ന് കുറേ ജില്ലകളിലൊക്കെ ഇൻ്റർവ്യൂ പൂർത്തിയായി, 1-2 പൂർത്തിയായി, ചിലയിടത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ചിലയിടത്തൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ മെത്തേഡ് ഒന്നിനും ഓരോ ദിവസത്തിനനുസരിച്ച് മാറുന്നതായിട്ടാണ് കേട്ടോ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആദ്യമൊക്കെയുള്ള ആ ഒരു മെത്തേഡല്ല ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങളും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ചോദിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കുറേ കൂടെ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ വായനയിലൂടെയും നിരന്തരമുള്ള പത്രവായന, TV ന്യൂസ് കാണൽ, അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. കവിത ചൊല്ലിപ്പിക്കുന്നുണ്ട് അല്ലേ, ഭാഷ ഐച്ഛികമായിട്ടെടുത്ത അധ്യാപകരോട് കവിത ചൊല്ലിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മെയിനൊക്കെ എടുത്തവരോട് ഇംഗ്ലീഷ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളും എന്ത് ചെയ്യുക, ഒന്ന് കവർ ചെയ്തിട്ട് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിലെല്ലാം ഉപരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടെൻഷനൊന്നും ഇല്ലാതെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അത്തരം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുന്നതിലൂടെ നമുക്ക് ഏറെക്കുറെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും കിട്ടിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം എന്ത് ചെയ്യുക, ഇൻ്റർവ്യൂ ബോർഡിനെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറേയൊക്കെ അറിവ് കയ്യിൽ ഉണ്ടാകേണ്ടതാണ് അല്ലേ, കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. കുറേ അറിവ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് മേഖലയിൽ ചോദിച്ചാലും ആ മേഖലയിൽ നിന്ന് നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്കതവിടെ പറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരമാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപ് ഇൻ്റർവ്യൂ ബോർഡ് എന്ത് ചെയ്യും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം ചോദിക്കും. അപ്പം നമ്മൾ എല്ലാ മേഖലയും കവർ ചെയ്തൊന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ ബോർഡിനെ സമീപിക്കാനും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും സാധിക്കും കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് പോകുന്നവർ ആ ഒരു ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടു കൂടെ തന്നെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നമുക്ക് തീരെ അറിയില്ല, അതിൻ്റെ ഒരു മേഖലയും നമുക്കറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമുക്ക് ആലോചിച്ച് അറിയാമായിരുന്നു, ഇപ്പോൾ മറന്നതാണ്, അങ്ങനെയൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ അവിടെ നമ്മൾ പറയുക. അപ്പോൾ അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ധൈര്യപൂർവ്വം എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇനി തുടർന്നുള്ള ക്ലാസ്സുകളും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് വെരിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ദിവസത്തെ വെരിഫിക്കേഷനുമായിട്ടുള്ള ചെറിയൊരു സംശയത്തിൻ്റെ ഒരു ക്ലാസ്സാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കാണുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.